വനിതാ സംവരണത്തിന്റെ മറവിൽ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് ബൃന്ദ കാരാട്ട്. ഉപാധികളില്ലാതെ വനിതാ സംവരണം നടപ്പിലാക്കണമെന്നാണ് സിപിഐഎമ്മിന്റെ ആവശ്യം. തിരുവനന്തപുരത്ത് നടന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട്. ഉപാധികൾ വെച്ചുള്ള വനിതാ സംവരണത്തിലൂടെ കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന രാഷ്ട്രീയ തിരിമറികളെക്കുറിച്ചാണ് സെമിനാർ ചർച്ച ചെയ്തത്. പഴയ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ പുനഃക്രമീകരിച്ച് ലോക്സഭാ നിയമസഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയതെന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു. സെൻസസ്, മണ്ഡല പുനർനിർണയം എന്നിവയുമായി വനിതാ സംവരണത്തെ ബന്ധിപ്പിച്ചത് ആശങ്കയുണ്ടാക്കിയെന്നും അതിനെയാണ് പ്രതിപക്ഷം എതിർക്കുന്നതെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. We will first do the census, then we will do the delimitation of all the seats, 543 seats. We will change all the boundaries of those seats, and once that is done, after the seats are increased, after the seats boundaries are changed, then women will get 273 seats. That is 1 year before not even 1 year, 8 months before the Lok Sabha election. Naturally, what will opposition parties do? They could not oppose that bill, but they said, they all voted for the bill, but they warned Modi at that time that this bill linking women's reservation to delimitation and census is a very wrong thing. We are against the delinking. വനിതാ സംവരണം നടപ്പിലാക്കുവാൻ വേണ്ടി പാർലമെന്റിൽ പോരാടിയ സിപിഐഎം നേതാവ് പ്രേമജിത്തിന്റെ പോരാട്ടവീര്യവും സെമിനാറിൽ ചർച്ച ചെയ്തു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ വനിതാ സംവരണം നടപ്പിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ 1996 ബിജെപി സ്വീകരിച്ച നിലപാട് കൂടി ചർച്ച ചെയ്യണമെന്നും സെമിനാറിൽ വിമർശനം. ഉപാധികളൊന്നുമില്ലാതെ വനിതാ സംവരണം നടപ്പിലാക്കണമെന്നും അതാണ് സിപിഎമ്മിന്റെ ഇപ്പോഴത്തെ ആവശ്യമെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. ഇതിനായുള്ള പോരാട്ടത്തിൽ എല്ലാവരും അണിചേരണമെന്ന് കെ ശൈലജ ടീച്ചറും ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.